ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെയധികം ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ക്രിസ്പിയുമാണ്, അകംവശം നല്ല സോഫ്റ്റുമാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന കപ്പിൽ 1.5 കപ്പ് റവ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ റവ എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മളിതിനെ ഒരു 20 മിനിറ്റ് മാറ്റി വെക്കുക. പിന്നീട് ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം മക്കൾക്ക് കൊടുക്കേണ്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതിന് വേണ്ടുന്ന ഒരു ചമ്മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അല്പം വെള്ളം കൂടെ ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു താളിപ്പും കൂടെ റെഡിയാക്കണം. അപ്പോൾ കടുവും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പും കൂടെ താളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമ്മളെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കുക. പിന്നീട് അല്പം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, അല്പം മല്ലിയില, കറിവേപ്പ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനോട് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം ഒഴിവാക്കുന്നുണ്ട്, പച്ചമുളക്. അപ്പം നിങ്ങൾക്ക് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മളുടെ മാവും ഉരുളക്കിഴങ്ങും സവോളയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് എടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ എണ്ണ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ കോരിയിടുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ കൈവച്ച് എല്ലാം കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരസ്പരം ഒന്നും മുട്ടാതെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്ത് ശ്രദ്ധിക്കുക. അപ്പം നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയും വേണം. അപ്പം നമ്മുടെ സ്നാക്സൊക്കെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമ്മളിത് കോരി മാറ്റുക. വളരെയധികം ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കോരിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ചമ്മന്തിയും നമ്മളെ അടിപൊളി സ്നാക്സും കൂടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.